നമസ്കാരം. നാടിൻ്റെ നാവുന്നേൽ നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാനാണ് തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് ഇവിടെ ആയുഷുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ, മണ്ഡലത്തിൽ നടത്തിയ ഒരു വലിയ പരിപാടിയുടെ കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെനിക്ക് വളരെ ആഹ്ലാദകരമായി തോന്നിയത് 40-45 വയസ്സിന് മുകളിലുള്ളവരുടെ യോഗയുടെ പ്രകടനമാണ്. അത് ജീവിതത്തിൽ അവർ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് കുറേ വർഷങ്ങളായിട്ട് ആ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സ്ഥിരമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊരു കുറവാണ്. ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കുറവാണ്. കേരളം രോഗാതുരമായ ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ നാടായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. മലയാളികൾ വിവരമുള്ളവരാണെന്ന് പറയുമ്പോൾ പോലും അത്യാവശ്യം ആരോഗ്യം സംരക്ഷിക്കാനും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം നോക്കാൻ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ പോലും മാറ്റിവെക്കുന്നില്ല എന്ന ദുര്യോഗമുണ്ട്. അതിന് ഒരു മാറ്റം വരാൻ നിങ്ങളെ ചിലപ്പോൾ ഇത് പ്രേരിപ്പിച്ചേക്കും. നാട്ടുപട്ടം വാർത്തകളിലേക്ക് പോകാം. ആരോഗ്യ മേഖലയിൽ സമന്വയം അനിവാര്യം. PC വിഷ്ണുനാഥ് MLA. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ആരോഗ്യ ശാഖകളുടെ സമന്വയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അത് നല്ലതായിരിക്കുമെന്ന് PC വിഷ്ണുനാഥ് MLA. കേന്ദ്ര സംസ്ഥാന ആയുഷ് മിഷനുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ഹെൽത്തി കേരള ക്യാമ്പയിൻ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ അധ്യക്ഷത വഹിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ B ജയന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, വത്സര സതീശൻ, പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് B മനോജ്, തൃക്കോവിലോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് AP അജിത് കുമാർ, ഇളമ്പള്ളൂർ KGV ഗവൺമെൻറ് UP സ്കൂൾ HM ഗീത, ഡോക്ടർ GR രശ്മി, ഡോക്ടർ B ബിന്ദു, ഡോക്ടർ വിനീത R പുഷ്കൻ, ഡോക്ടർ P പൂജ, ഡോക്ടർ സബിത വിജയൻ, ഡോക്ടർ G ജിജി, ഡോക്ടർ GA സൗമ്യ, ഡോക്ടർ PS ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന, സ്തനാർബുദ സ്കാനിംഗ്, BMI രക്തപരിശോധന, അസ്ഥി സാന്ദ്രതാ നിർണയം, ഹെൽത്തി ഫുഡ് എക്സ്പോ എന്നിവ നടന്നു. ഈ മേഖലയിൽ ഒരു സമന്വയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടായാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാരണം ഈ മൂന്ന് വകുപ്പുകൾ തമ്മിൽ ഒരു സമന്വയമില്ല. ആ സമന്വയത്തിന്റെ പ്രശ്നമുണ്ട്. അലോപ്പതിക്കാരെപ്പോഴും ആയുർവേദത്തെ, ഹോമിയോപ്പതിയെയും അവരോടൊപ്പം ഈ തുല്യ പരിഗണനയിൽ നിർത്തുന്നതിന് അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ആ സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാനൊരു സമന്വയം ഉണ്ടാകണമെന്ന് പറയുന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അലോപ്പതിയും ഈ ശൃംഖലയെ പൂർണ്ണമായ അർത്ഥത്തിൽ, ഞാനൊക്കെ ഈ പൊതുജനാരോഗ്യ നിയമമൊക്കെ നിയമസഭയിൽ വന്ന സമയത്ത് ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും ഒക്കെ അതിനകത്ത് പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിയമസഭ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു സാമാജികനാണ്, MLA ആണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ ആദ്യ ബില്ല് വരുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ മേഖലയിലുള്ളവരും എല്ലാം വന്നു കണ്ടു. ഞങ്ങളെല്ലാവരെയും, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാ MLA-മാരെയും കണ്ടു. ഞങ്ങളുടെ എല്ലാ MLA-മാരുടെയും ഫലപ്രദമായ ഇടപെടലിൽ കൂടിയാണ് പൊതുജനാരോഗ്യ നിയമത്തിൽ ഈ പറഞ്ഞ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ മേഖലയും കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും ഇന്നിവിടെ നടക്കുന്ന ഈ ക്യാമ്പയിൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോകണം, ജനങ്ങളിലേക്ക് എത്തണം, ശരിയായ ആരോഗ്യ അവബോധം ഉണ്ടാകണം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു സമൂഹം, ഈ സാക്ഷരതയിലും ഒക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളമാണ്. ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ അധിവസിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ശരിയായ ആരോഗ്യ അവബോധത്തിന്റെ കുറവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണത്. നമ്മുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം വലിയ പോസിറ്റീവായ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്
നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. എക്കോസയൻസ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥി ഹരിതസേന എക്കോസയൻസ് സ്കോളർഷിപ്പ് വിതരണവും ശുചിത്വ പഠനോത്സവവും പഞ്ചായത്ത് പ്രസിഡന്റ് ബി മനോജ് ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർമാൻ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതി സ്വാഗതം പറഞ്ഞു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കലാദേവി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും പദ്ധതി വിവരിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത കുട്ടികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മാലിന്യങ്ങളിൽ നിന്നും കുട്ടികൾ നിർമ്മിച്ച കലാസൃഷ്ടികളും പ്രദർശനവും സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള പ്രശംസാപത്രവും ശുചിത്വ മാലിന്യ സംസ്കരണ മാതൃകാ പ്രവർത്തനം നടത്തിയ സ്കൂളുകളെ മൊമെന്റോ നൽകിയും ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കുഴിയത്തുകാവ് ക്ഷേത്രത്തിൽ ആയില്യ പൊങ്കാല. പെരിനാട് കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല ഭക്തിസാന്ദ്രമായി. NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് ഭദ്രദീപം കൊളുത്തി. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ തിരുമേനി പണ്ടാര അടുപ്പിൽ നിന്നും തീ പകർന്ന് പൊങ്കാല നൈവേദ്യം തൂകിയതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഭക്തിയുടെ നിറവിൽ ക്ഷേത്രം മുറ്റത്ത് പൊങ്കാലക്കലത്തിൽ നിന്നും പൊങ്കാല നിവേദ്യം ആയതോടെ ക്ഷേത്രം ശാന്തിമാർ തീർത്ഥം തെളിച്ച് പൊങ്കാലയ്ക്ക് സമാപ്തിയായി. നാദസ്വരം, ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയവയും നടന്നു. കുണ്ടറ MLA PC വിഷ്ണുനാഥ് ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. വൈകിട്ട് കെട്ടുകാഴ്ചയോടെ ഉത്സവം സമാപിച്ചു. 7 ദിവസങ്ങളായി വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറി. തിരുവാതിര, കൈകൊട്ടിക്കളി, നൃത്തനാടകം, നാടകം, ഭക്തിഗാനസുധ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കുട്ടികളുടെ തിയേറ്റർ ഫെസ്റ്റിവൽ അവധിക്കാല ക്യാമ്പ് ജിജ്ഞാസ 2026 രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ അവധിക്കാല ക്യാമ്പാണ് ജിജ്ഞാസ. ഇത്തവണ കുട്ടികളുടെ തിയേറ്റർ ഫെസ്റ്റിവലായി ജിജ്ഞാസ മാറുകയാണ്. അഭിനയം, ചിത്രകല, ഒറിഗാമി, ഡാൻസ്, മ്യൂസിക്, പപ്പറ്ററി, മാജിക്, ഗെയിംസ്, മോഡലിംഗ്, എഴുത്ത്, റീൽസ് തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇത്തവണയും കുട്ടികൾക്കായി ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ഒപ്പം കുട്ടികളുടെ നാടക അവതരണങ്ങളും നാടക പരിശീലനങ്ങളും സംവാദങ്ങളും വ്ലോഗിങ്ങും ഒക്കെയായി ഒരു കുട്ടി നാടക ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ ഏവരെയും ഹൃദയപൂർവ്വം പ്രകാശ് കലാകേന്ദ്രം സ്വാഗതം ചെയ്യുന്നു. വരൂ,
കളിച്ചിരിയുടെ നാടക കാലത്തിലേക്ക് പ്രകാശ് കലാകേന്ദ്രം ജിജ്ഞാസ 2026 രജിസ്ട്രേഷന് വേണ്ടി 70 34 38 72 70 അല്ലെങ്കിൽ 74 03 27 55 70 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 27ാമത്തെ ഹ്രസ്വചിത്രം ഇപ്പോൾ യൂട്യൂബിലുണ്ട്. തീർച്ചയായും ആ ചിത്രം നിങ്ങൾ കാണണം, മനോഹരം. ആ സിനിമ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരക്കുണ്ടാവും, പക്ഷേ ഇത് 5-5.5 മിനിറ്റ് മാത്രമുള്ള കൊച്ചു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാത്രയിലോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് ആ സിനിമ നിങ്ങളുടെ മനോഹരം എന്ന ഏറ്റവും പുതിയ സിനിമ നിങ്ങളൊന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.